ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെച്ച് ഇമെയിൽ പരിശോധിക്കുകയും അർഹിക്കുന്നവർക്ക് മറുപടി ടൈപ്പ് ചെയ്യുകയുമായിരുന്നു സ്റ്റാൻലി ജോസഫ്. ഡോർ ഹാൻഡിൽ തിരിക്കുന്ന ശബ്ദം കേട്ട് അയാൾ മുഖം തിരിച്ചു നോക്കി. ഡോർ ഹാൻഡിലിൽ നിന്ന് പിടിവിടാതെ വാതിൽ പാതി തുറന്നു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അലീന. പപ്പ ബിസിയാണോ? ഒടുവിൽ അലീന ചോദിച്ചു. ആണെങ്കിൽ എന്താ? എന്നാ ഞാൻ പിന്നെ വരാം. എപ്പോഴാ ഫ്രീ ആകുന്നതെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വാ, സ്റ്റാൻലി ഗൗരവത്തിൽ വിളിച്ചു. അലീന മടിച്ച് അകത്തേക്ക് ചെന്നു. സിറ്റ് ഡൗൺ. എതിരെയുള്ള കസേരയിലേക്ക് സ്റ്റാൻലി കൈ ചൂണ്ടിക്കാണിച്ചു. അലീന അവിടെ ഇരുന്നു. എന്താ ചോദിക്കാനുള്ളത്? വളച്ചുകെട്ടും മുഖവരയും ഒന്നും എനിക്കിഷ്ടമല്ല. നേരെ വിഷയത്തിലേക്ക് വരിക. എനിക്ക് പപ്പയുടെ വീട്ടിലൊന്ന് പോകണം. അവൾ കസേരയിലേക്ക് തലോടിക്കൊണ്ട് പറഞ്ഞു. എവിടെ? സ്റ്റാൻലി കണ്ണുമിഴിച്ചു. പുനലൂര്, പപ്പയുടെ തറവാട്ടിൽ. പോകണ്ട, സ്റ്റാൻലി പറഞ്ഞു. പോയാൽ എന്താ പപ്പ? വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. എൻ്റെ വല്യപ്പച്ചൻ്റെ വീടല്ലേ പപ്പ, അവിടെ പോയി എനിക്കെല്ലാവരെയും കാണണ്ടേ? സ്റ്റാൻലി അതു ശ്രദ്ധിക്കാതെ കമ്പ്യൂട്ടറിൻ്റെ നേർക്ക് തിരിഞ്ഞിരുന്നു. ജോലി തുടർന്നു. അലീന എഴുന്നേറ്റ് വാതിലിനു നേർക്ക് നടന്നു. വാതിൽക്കൽ ചെന്നു നിന്നിട്ട് അവൾ സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലിയും ആ നിമിഷം മുഖം തിരിച്ച് അവളെ നോക്കി. അലീന മെല്ലെ വാതിലടച്ചു. സ്റ്റാൻലി തൻ്റെ ജോലിയിൽ വ്യാപൃതനായി. 8:30 മണിയായപ്പോൾ ആൻ്റപ്പൻ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചു. അലീന എവിടെ? സ്റ്റാൻലി ചോദിച്ചു. കിച്ചണിൽ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു സാബിനെ വിളിക്കാൻ. സാധാരണ അലീനയാണ് വിളിക്കാറ്. സ്റ്റാൻലി എഴുന്നേറ്റ് ഊണുമുറിയിൽ ചെന്നു. ഭക്ഷണം മേശപ്പുറത്ത് റെഡിയാണ്. ആൻ്റപ്പൻ പ്ലേറ്റുകൾ എടുത്തു വെച്ചു കൊടുത്തു. അപ്പച്ചനെയും അലീനയെയും വിളിക്ക്, സ്റ്റാൻലി നിർദ്ദേശിച്ചു. ആൻ്റപ്പൻ പോയി. അല്പം കഴിഞ്ഞപ്പോൾ അത് കുട്ടിച്ചാൻ മാത്രം വന്നു. ഇതെന്താണ്, നിങ്ങളാരും കഴിക്കുന്നില്ലേ? സ്റ്റാൻലി ചോദിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് കുട്ടിച്ചാൻ പറഞ്ഞു. എന്ത് പറ്റി? അലീനയുടെ മുറിയിലെ ടൈം പീസ് സ്ലോയാ. അതിൽ 8 മണിയായേ ആയിട്ടുള്ളൂ. ഇനിയും അരമണിക്കൂറും കൂടിയുണ്ട് ഭക്ഷണ സമയമാകാൻ. അത് കറക്റ്റ് ചെയ്താൽ പോരെ? ഇനിയിപ്പം അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് അവൾ പറഞ്ഞത്. സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. പുതിയ സമരമുറയാണ്. അപ്പച്ചൻ കഴിക്കുന്നില്ലേ? ഞാനും അവളുടെ കൂടെയുള്ളൂ, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായി പോകത്തില്ലേ? അതും സ്റ്റാൻലിക്ക് പിടികിട്ടി. രണ്ടുപേരും കൂടിയുള്ള ഒത്തുകളിയാണ്. നീ കഴിച്ചോ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. അത് കുട്ടിച്ചാൻ പോയി. സ്റ്റാൻലി തനിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം തന്ന് എന്നിട്ടും സ്റ്റാൻലിക്ക് ഒരു പോരായ്മ തോന്നി. ഇങ്ങനെയല്ല പതിവ്. അലീന അരികെ ഇരിക്കുമായിരുന്നു. അവളുടെ കൈകൊണ്ട് തന്നെ വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കുമായിരുന്നു. എല്ലാറ്റിനും അവളുടെ സ്നേഹപൂർണമായ നിയന്ത്രണമുണ്ടായിരുന്നു. കത്തിയും മുള്ളും ഡൈനിങ് ടേബിളിൽ നിന്ന് അവൾ നീക്കം ചെയ്തിരുന്നു. ഇപ്പോൾ അതെല്ലാം വെച്ചിട്ടുണ്ട്. സ്റ്റാൻലി ആഹാരം കഴിക്കുന്നത് പാതി വഴിക്ക് നിർത്തി എഴുന്നേറ്റു. കേണൽ സാബ് കഴിച്ചില്ലല്ലോ, ആൻ്റപ്പൻ ഓർമ്മിപ്പിച്ചു. ആര് പറഞ്ഞു കഴിച്ചില്ലെന്ന്? എനിക്ക് വേണ്ടത്രയും ഞാൻ കഴിച്ചു. സ്റ്റാൻലി ആൻ്റപ്പനോട് ദേഷ്യപ്പെട്ടു. അയാൾ തൻ്റെ മുറിയിലേക്ക് പോയി. ഉച്ചയൂണ് കഴിക്കാനിരുന്നപ്പോഴും സ്റ്റാൻലി തനിച്ചായിരുന്നു. അയാൾ ആൻ്റപ്പനോട് ചോദിച്ചു. രാവിലെ എപ്പോഴെങ്കിലും അവർ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഉവ്വ്, 9 മണിക്ക്. ശരി. സ്റ്റാൻലി തനിച്ചിരുന്ന് ഊണ് കഴിച്ചു. 3 മണിയായപ്പോൾ അയാൾ വന്ന് അലീനയെ വിളിച്ചു. ഡ്രൈവിംഗ് പഠിക്കാൻ പോകണ്ടേ? അലീന പരിഭവത്തോടെ അയാളെ നോക്കി. വേണ്ടല്ലോ, നീയല്ലേ എന്നോട് ആവശ്യപ്പെട്ടത് ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. 2 ദിവസം അവൾ സ്റ്റാൻലിയുടെ പിന്നാലെ നടന്നു കെഞ്ചിയിട്ടാണ് അയാൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചത് തന്നെ. ഇപ്പം തന്നെ ഒന്നും വേണ്ട. ശരി, വേണ്ടെങ്കിൽ പഠിക്കണ്ട. സ്റ്റാൻലി തിരികെ പോയി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അത് കുട്ടിച്ചാൻ ചോദിച്ചു. ഇനി അവൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമോ? അലീനയ്ക്ക് വിഷമമായി. വല്യപ്പച്ചൻ്റെ മോനെന്താ ഇങ്ങനെ? ഒരു മനസ്സലിവില്ലാതെ. ഞാൻ എത്ര സ്നേഹമായിട്ടാണ് പപ്പയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നത്. പപ്പയ്ക്കും വലിയ സന്തോഷമായിരുന്നില്ലേ? എന്നിട്ടും കണ്ടോ, ഞാൻ അടുത്തില്ലാഞ്ഞിട്ടും പപ്പ ഇരുന്ന് കഴിച്ചിട്ട് എണീറ്റ് പോയി. എന്തുമാത്രം സങ്കടത്തോടെയാണ് ഞാൻ മാറി നിന്നതെന്ന് പോലും പപ്പയ്ക്ക് ഓർക്കായിരുന്നില്ലേ? അവൻ്റെ സ്വഭാവം അങ്ങനായിപ്പോയി. നീ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? അത് കുട്ടിച്ചാൻ പറഞ്ഞു. എന്നാൽ രാത്രി ഭക്ഷണത്തിന് മുമ്പ് സ്റ്റാൻലി അലീനയുടെ മുറിയിൽ വന്നു. നിന്റെ ടൈം പീസ് എവിടെ? അയാൾ ചോദിച്ചു. അലീന TV സ്റ്റാൻഡ് ചൂണ്ടിക്കാണിച്ചു. സ്റ്റാൻലി ചെന്ന് ടൈം പീസ് എടുത്തു നോക്കി. അതിൻ്റെ സൂചികൾ ചലിക്കുന്നുണ്ട്, പക്ഷേ സമയം അരമണിക്കൂർ പുറകോട്ടാക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റാൻലി അത് കറക്റ്റ് ചെയ്തു വെച്ചു. ഇപ്പോൾ സമയം കൃത്യമാണ്. അലീന മിണ്ടിയില്ല. സ്റ്റാൻലി ഉൾമുറിയിലേക്ക് പോയി. അവിടെ അല്പസമയം ചുറ്റിപ്പറ്റി നിന്നു. ആൻ്റപ്പൻ ഭക്ഷണം എടുത്തു വെച്ചെങ്കിലും സ്റ്റാൻലി കഴിക്കാനിരുന്നില്ല. അയാൾ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ആൻ്റപ്പൻ അലീനയെ സമീപിച്ച് പറഞ്ഞു. കേണൽ സാബ് ഒന്നും കഴിക്കാതെ പോയല്ലോ കുഞ്ഞെ. അലീന ഉടൻ ഉൾമുറിയിൽ ചെന്ന് നോക്കി. സംഗതി ശരിയാണ്. അവൾ ഉടൻ സ്റ്റാൻലിയുടെ മുറിയിലെത്തി. അയാൾ മദ്യപിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. മദ്യക്കുപ്പയും ഗ്ലാസും വെള്ളവും ഐസ് ക്യൂബുകളും സോഡയും എല്ലാം ടീപ്പോയിൽ എടുത്തു വെച്ച് കഴിഞ്ഞു. മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അലീന അകത്തേക്ക് കയറി ചെന്നു. പപ്പ എന്താ ഭക്ഷണം കഴിക്കാതെ പോകുന്നത്? എനിക്ക് വേണ്ടെന്ന് തോന്നി, സ്റ്റാൻലി അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. വേണ്ടെങ്കിൽ എന്തിനാ ഉൾമുറിയിൽ വന്നത്?
അവിടെ വന്നപ്പോഴാണ് എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെ തോന്നാൻ എന്താ കാരണം? വിശപ്പില്ലായിരുന്നിട്ടായിരിക്കാം. അപ്പോൾ പപ്പയ്ക്ക് കിറുവിക്കാനൊക്കെ അറിയാമല്ലേ? എഴുന്നേറ്റ് വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. എനിക്ക് ഇനി വേണ്ട, സ്റ്റാൻലി ഒട്ടും ഭയമില്ലാതെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പപ്പ എഴുന്നേറ്റ് വരണം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അലീന? അയാൾ മധ്യ ക്ലാസ് കയ്യിലെടുത്തപ്പോൾ അലീന കൈത്തണ്ടിൽ പിടിച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. പപ്പ പ്ലീസ്. സ്റ്റാൻലി അയഞ്ഞില്ല. അലീനയുടെ വിരലുകൾ ക്രമേണ ദുർബലമായി. സ്റ്റാൻലി ഗ്ലാസ് ഉയർത്തിയതോടെ അവൾ പിടുത്തം വിട്ടു. സ്റ്റാൻലി മദ്യം കുറേശ്ശെ സിപ്പ് ചെയ്തു. പതുക്കെ പതുക്കെ ഗ്ലാസ് കാലിയാക്കി. അടുത്ത പെഗ് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും സ്റ്റാൻലിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. പപ്പ എണീറ്റു വരുമോ? ഇല്ല. അലീനയ്ക്ക് കരച്ചിൽ വന്നു. പപ്പ സോറി, എനിക്ക് പുനലൂർക്ക് പോകണ്ട, ആരെയും കാണണ്ട, ഒന്നും വേണ്ട. പപ്പ എൻ്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. സ്റ്റാൻലി കയ്യിലെടുത്ത മദ്യകുപ്പി ടോപ്പിയിലേക്ക് വെച്ചു. ഞാൻ സോറി പറഞ്ഞില്ലേ പപ്പ, ഞാൻ തോറ്റു തന്നില്ലേ, ഇനി എന്തിനാ എന്നോട് വാശി? സ്റ്റാൻലി അവളുടെ വിതുമ്പുന്ന മുഖത്തേക്ക് നോക്കി. ഏതോ ഓർഫനേജിൻ്റെ വരാന്തയിൽ വിദൂരതയിലേക്ക് കണ്ണയച്ച് ആരെയോ കാത്തിരിക്കുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ രൂപം അലീനയുടെ മുഖത്തിനപ്പുറത്ത് അയാൾ കണ്ടു. ഗ്ലാസും അയാൾ ടീപ്പോയിലേക്ക് വെച്ചു. ഓക്കെ. സ്റ്റാൻലി എഴുന്നേറ്റു. അലീനയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞു കവിഞ്ഞു. സ്റ്റാൻലി തുവാല എടുത്തു കൊടുത്തു. കണ്ണുനീരെല്ലാം തുടച്ചിട്ട് ഈ മുറി നിറങ്ങിയാൽ മതി. അലീന അത് വാങ്ങി കണ്ണും മുഖവും തുടച്ചു. അനന്തരം സ്റ്റാൻലിയെയും കൂട്ടി ഊണുമുറിയിൽ ചെന്നു. അലീന തന്നെ കൂടെയിരുന്ന് ഭക്ഷണവും വിളമ്പി. അല്പം കഴിഞ്ഞപ്പോൾ അത് കുട്ടിച്ചേനയും വന്നു ചേർന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ സ്റ്റാൻലിക്ക് തോന്നി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിലും നഷ്ടപ്പെട്ട രുചിയെല്ലാം തിരികെ കിട്ടിയിരിക്കുന്നുവെന്ന്. ഇടയ്ക്ക് അയാൾ അലീനയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പോകണ്ട എന്ന് പറഞ്ഞത് അവിടെയുള്ളവർക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അനുജന്മാർക്കും അവരുടെ ഭാര്യമാർക്കും നീ ഒരു പരിഹാസപാത്രമായിരിക്കും. ഞാൻ പോണില്ലെന്ന് പറഞ്ഞല്ലോ പപ്പ. ഇഷ്ടമല്ലാത്തവരുടെ ഇടയിൽ നീ വിഷമിച്ചു പോകും. സ്റ്റാൻലി വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നും ഇങ്ങനെ ഇഷ്ടക്കേടിൽ ഇരുന്നാൽ മതിയോ? അത് കുട്ടിച്ചാൻ ഇടപെട്ടു. ഇഷ്ടക്കേട് മാറണ്ടായോ? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കേട്ടും വർത്തമാനം പറഞ്ഞുമൊക്കെയല്ലേ അത് മാറേണ്ടത്. അങ്ങനെ എൻ്റെ മോളെ ആരും അവിടെയിട്ട് തട്ടിക്കളിക്കണ്ട, സ്റ്റാൻലി പറഞ്ഞു. ആര് തട്ടിക്കളിക്കുന്നു? അത് കുട്ടിച്ചാൻ എതിർത്തു. നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഇവിടെ പുലനൂർക്ക് ചെല്ലേണ്ട താമസം എല്ലാവരും കൂടി ഇവളുടെ മേലങ്ങ് ചാടി വീണ് കടിച്ചു കീറാൻ നിൽക്കുകയാണെന്ന്. നിന്റെ മോളുടെ ദേഹത്ത് തൊടാൻ നിന്റെ അനുജന്മാർ ആരെങ്കിലും ധൈര്യപ്പെടുമോ? ഈ മുറ്റത്ത് കാല് കുത്തുന്നരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇറക്കി വിടുമോ? അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കാം. പക്ഷേ ചില കുത്തുവാക്കുകൾ പറഞ്ഞെന്നിരിക്കും, അത് കേൾക്കണ്ടേ? ഇവളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും പറയുമോ ലാലിച്ച? അപ്പച്ചന് വേറെ പണിയൊന്നുമില്ലേ? സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു. അപ്പച്ചനാണോ ഇവളുടെ മനസ്സിൽ ഓരോന്ന് കുത്തിവെക്കുന്നത്? ആണെങ്കിൽ എന്താടാ? അത് കുട്ടിച്ചാൻ ദേഷ്യം വന്നു. നീ എന്നോടാ വലിയ കേണലായത്. ഒന്നു നിർത്തൂ പ്ലീസ്. അലീന ഇടയിൽ കടന്ന് രണ്ടുപേരുടെയും നേർക്ക് കൈകൂപ്പി. എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിടല്ലേ. എനിക്ക് പുനലൂർക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ സ്വന്തക്കാരെയൊക്കെ ഒന്ന് കാണാനും മിണ്ടാനും ഒരാഗ്രഹം തോന്നിപ്പോയി. ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചതല്ലേ. എല്ലാവരും ഉണ്ടെന്നറിഞ്ഞപ്പോൾ കാണാനൊരു കൊതി. ഇപ്പോൾ അതും ഞാൻ പിൻവലിച്ചു. ഇനി എന്തിനാ വഴക്ക്? എനിക്ക് അങ്ങോട്ടും പോകണ്ട. ഇവിടെയുള്ളവരെങ്കിലും സമാധാനമായിട്ടിരുന്നാൽ മതി. അതോടെ ഊണുമേശയിൽ നിശബ്ദത കളിയാടി. അത് കുട്ടിച്ചാൻ ധൃതിയിൽ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോയി. സ്റ്റാൻലിയുടെ വേഗം കുറഞ്ഞു. ആഹാരം കഴിക്കുന്നതിനിടയിൽ പപ്പ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. ഭക്ഷണത്തിന് ശേഷം അയാൾ എഴുന്നേറ്റ് പോയി. കൈ കഴുകി ടവലിൽ കൈ തുടച്ചുകൊണ്ട് ആവശ്യത്തിലേറെ നേരം നിന്നു. അലീന പാത്രങ്ങളെല്ലാം പെറുക്കി കിച്ചണിലേക്ക് കൊണ്ടുപോയി. സ്റ്റാൻലി ഊണുമുറിയിൽ അല്പനേരം ചുറ്റിപ്പറ്റി നിന്നു. എന്നിട്ട് കിച്ചൻ്റെ വാതിക്കലെത്തി. എന്താ പപ്പ? അലീന ചോദിച്ചു. വല്ലതും ആവശ്യമുണ്ടോ? ചൂടുവെള്ളം? ഒന്നും വേണ്ട. ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. സ്റ്റാൻലി തിരികെ ഊണുമേശയ്ക്കടുത്തേക്ക് വന്നു. അവിടെ അല്പസമയം നിന്നിട്ട് വീണ്ടും കിച്ചൻ്റെ വാതിക്കലേക്ക് ചെന്നു. അലീനയ്ക്ക് ആശ്ചര്യമായി. ഈ പപ്പയ്ക്ക് എന്തു പറ്റി? ഭക്ഷണം കഴിച്ചാൽ ഉടൻ ഊണുമുറിയിൽ നിന്ന് പോവുകയാണല്ലോ പതിവ്. അലീന, അയാൾ വിളിച്ചു. അലീന അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നാൽ നീ ഒറ്റപ്പെട്ടു പോകും, മനസ്സിലായോ? പപ്പ തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അലീനയ്ക്ക് കണ്ണിൽ നനവൂറി. എനിക്ക് മനസ്സിലായി. സ്റ്റാൻലി പോകാനായി തിരിഞ്ഞിട്ട് 2 നിമിഷം എന്തോ ആലോചിച്ചു നിന്നു. അല്ലെങ്കിലും നീ പോയാൽ എൻ്റെ കാര്യമൊക്കെ ആര് നോക്കും? പൗലോസ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അതൊന്നും ഓർത്തില്ല പപ്പ, സോറി. സ്റ്റാൻലി മെല്ലെ നടന്നു നീങ്ങി. അലീന ജോലിയെല്ലാം ഒതുക്കി കിടപ്പറയിലെത്തി. അല്പം കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി അവിടേക്ക് വന്നു. അലീന അതിശയത്തോടെ പപ്പായെ നോക്കി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സ്റ്റാൻലി പറഞ്ഞു. നീ പുനലൂർക്ക് പോയിക്കോ. ഇനി അങ്ങനെ ഒരു വിഷമം വേണ്ട. ഞൊടിയിട കൊണ്ട് അലീനയുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. വേണ്ട പപ്പ, പപ്പയെ തനിച്ചാക്കിയിട്ട് ഞാൻ അങ്ങോട്ടും പോകുന്നില്ല.
സ്റ്റാൻലി 2 നിമിഷം ആലോചിച്ചു നിന്നു. ഞാനും വരാം നിന്റെ കൂടെ, അതുപോരെ? അലീനയ്ക്ക് ഒറ്റ കരച്ചിലോടെ അയാളുടെ തോളത്തേക്ക് മുഖം ഉറപ്പിച്ചു. കൊട്ടാരമറ്റത്തിൽ എന്നെഴുതിയ പഴയ ഇരുമ്പ് ഗേറ്റ്, റബ്ബറിലകൾ കൊണ്ട് മൂടിയ മൺപാത, അതിനിരുവശവും കല്ലുകൊണ്ടും പണിത കയ്യാല, ചുറ്റോട് ചുറ്റും റബ്ബർ മരങ്ങൾ, റബ്ബർ തോട്ടത്തിനു നടുവിലൂടെ ഒരു കനാൽ പോലെ നീളുന്ന റോഡ്. ദേവതിക്കുട്ടി പറഞ്ഞു കൊടുത്തിരുന്ന പോലെ തന്നെ എല്ലാം കാറിലിരുന്ന് അലീന അത്ഭുതത്തോടെ ഓർത്തു. ചുറ്റുമതിൽക്കെട്ടും കടന്ന് കാർ വീട്ടുമുറ്റത്തെത്തി നിന്നു. കാറിൽ വന്നത് ആരാണെന്ന് നോക്കാൻ നൈറ്റിയിട്ട ഒരു സ്ത്രീ സിറ്റൗട്ടിലേക്ക് വന്നു. കുട്ടിച്ചായൻ ഡോർ തുറന്ന് കാറിൽ നിന്നിറങ്ങി. അപ്പച്ചനിത് എവിടെ പോയിരിക്കുകയായിരുന്നു ഇത്രയും നാളും? ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുള്ളതാ. റോബിച്ചന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ആരുണ്ട് വീട്ടിൽ? മകൾ ഒരുത്തി തലയ്ക്ക് വെളിവില്ലാതെ പൊടുന്നനെ ആൻസിയുടെ വായ്ത്തരി നിലച്ചുപോയി. സ്റ്റാൻലി ജോസഫ് ഡോർ തുറന്നിറങ്ങുന്നത് കണ്ടതോടെ ആൻസി പതറി. പിന്നാലെ അലീനയും ഡോർ തുറന്നിറങ്ങി. ആൻസിയുടെ നോട്ടം അലീനയുടെ മേൽ വീണു. അവൾ ആശ്ചര്യത്തോടെ ഒരു ചുവട് പിന്നോക്കം നീങ്ങി. അലീന ആൻസിയെ നോക്കി മന്ദഹസിച്ചു. എന്തിയേടി നിന്റെ കെട്ടിയവൻ? കുട്ടിച്ചായൻ ചോദിച്ചു. ടൗണിലോട്ട് പോയതാ, ആൻസി മറുപടി നൽകി. എപ്പോൾ വരും? അറിയാൻ മേല. ആൻസി ഉടൻ പിന്തിരിഞ്ഞ് അകത്തേക്ക് പോയി. അതാണോ വല്യപ്പച്ച റോബിച്ചായൻ്റെ ഭാര്യ? അലീന ചോദിച്ചു. അത് നീ എങ്ങനെ അറിഞ്ഞു? കണ്ടപ്പം തോന്നി, കയറി വാ. കുട്ടിച്ചായൻ മുമ്പേ കയറി. പിന്നാലെ അലീന. സ്റ്റാൻലി മുൻവശത്തെ മുറ്റത്തുകൂടി നടന്നു. പരിസരങ്ങൾ വീക്ഷിച്ചു. അയാൾ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. ആ പരിസരങ്ങളിൽ എവിടെയൊക്കെയോ അയാളുടെ ബാല്യവും കൗമാരവും പൊടിമൂടി കിടക്കുന്നു. ഒരു ശീമച്ചാമ്പ, മെല്ലെപ്പറമ്പിലെ കള്ളു ചെത്തുന്ന 3 ചുണ്ടപ്പനകൾ, ഇതൊക്കെയാണ് അയാളുടെ ശേഷിപ്പുകൾ. പ്ലാത്തിമാവും പിരിയൻ ആഞ്ഞിലിയും കൂറ്റൻ നാട്ടുമാവും ഇരട്ടക്കൊമ്പൻ വരിക്കയുമെല്ലാം ഓരോരോ കാലങ്ങളിലായി അപ്രത്യക്ഷമായി. സ്റ്റാൻലി ഇരിപ്പുമുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അലീനയും കുട്ടിച്ചായനും അവിടെ ഇരിപ്പുണ്ട്. ഇതെന്താണ് ഇവിടെ നിന്ന് കളഞ്ഞത്? സ്റ്റാൻലി ചോദിച്ചു. ചായയോ കാപ്പിയോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. അതിൽ നിന്നറിയാം ഇവിടുത്തെ ഒരു കാലാവസ്ഥ, കുട്ടിച്ചായൻ പറഞ്ഞു. സ്റ്റാൻലി ഒരു കസേരയിലേക്ക് അമർന്നു. ഏതൊക്കെയോ സ്ത്രീകൾ ഡോർ കർട്ടൻ അപ്പുറത്ത് വരുന്നതും അതിൻ്റെ വിടവിലൂടെ നോക്കിയിട്ട് തിരിച്ചു പോകുന്നതും കാണാമായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ആരും അവരോട് സംസാരിക്കാൻ വന്നില്ല. സ്റ്റാൻലി പത്രം എടുത്തു മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. കുട്ടിച്ചായൻ അലീനയും കൂട്ടി കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി. പുതിയ കോൺക്രീറ്റ് കെട്ടിടത്തിനെയും പഴയ തറവാടിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഇടനാഴിയിലൂടെ അവർ നടന്നു. ഇതാണ് എൻ്റെ മുറി, കുട്ടിച്ചായൻ ഒരു വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു. പൊക്കം കുറഞ്ഞ മരച്ചുവരുകളാണ് ആ മുറിക്ക്. അവയിൽ ധാരാളം കൊത്തുപണികൾ ഉണ്ടായിരുന്നു. ജനൽ ഒരു കിളിവാതിൽ എന്നോളം ചെറുതായിരുന്നു. കുട്ടിച്ചായൻ ലൈറ്റിട്ടപ്പോഴാണ് മുറിയിലെ കാഴ്ച വ്യക്തമായത്. പഴയ കട്ടിൽ, മരക്കസേരകൾ, സ്റ്റൂൾ, പഴയൊരു ടീപ്പോയ്, റേഡിയോ, ടേപ്പ് റെക്കോർഡർ, ഫാൻ തുടങ്ങിയ സംഗതികൾ. ചുമരിൽ ചില്ലിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോകൾ അലീനയെ ആകർഷിച്ചു. ഇതാണ് ചിന്നമ്മ. കുട്ടിച്ചായൻ ഒരു ഫോട്ടോ തൊട്ട് കാണിച്ചു. 45 വയസ്സ് തോന്നിച്ചു. ചട്ടയും മുണ്ടും കസവുനേരിയതുമാണ് വേഷം. പിന്നെയും അലീന ചിന്നമ്മ പടങ്ങൾ പലതും കണ്ടു. അക്കൂട്ടത്തിൽ കുട്ടിച്ചായൻ്റെയും ചിന്നമ്മയുടെയും വിവാഹ ഫോട്ടോയും ഉണ്ടായിരുന്നു. അലീന അതിലുള്ള ചിന്നമ്മയെ കണ്ട് അതിശയം കൂറി. 14-15 വയസ്സുള്ള ബാലിക. താൻ ആ പ്രായത്തിൽ ഇത്ര നാളും തന്നെ മെലിഞ്ഞിട്ടായിരുന്നുവെന്ന് അലീന ഓർത്തു. ഇനി 30 വയസ്സ് തോന്നിക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രത്തിലെ മുഖവും തൻ്റെ മുഖവും തമ്മിൽ അത്ഭുതകരമായ സാമ്യമുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അലീന ആ ഫോട്ടോ ചുവരിൽ നിന്നെടുത്തു. പ്രസന്നവതിയാണ് ചിന്നമ്മ. ശാന്തമായ കണ്ണുകളും സ്നേഹം വഴിയുന്ന നോട്ടവും സദാ മന്ദസ്മിതം തൂകുന്ന ചുണ്ടുകളും ആരെയും സ്നേഹത്തോടെ സംസാരിക്കുന്നതുമായി വെമ്പുന്ന മുഖഭാവം. അറിയാതെ അലീനയുടെ കണ്ണിൽ നനവൂറി. ഈ ചിന്നമ്മയാണ് തൻ്റെ സ്വഭാവത്തിനും രൂപത്തിനും ആധാരം. കുട്ടിച്ചായനും ഒരു പരിധിവരെ കേണൽ സ്റ്റാൻലി ജോസഫ് തന്നോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങളും പിന്നിലെ പ്രഥമ വികാരവും ഈ ചിന്നമ്മ അവർക്ക് പകർന്നു നൽകിയ സ്നേഹസ്മരണകളും രൂപത സാദൃശ്യവുമാണ്. അലീന ആ ഫോട്ടോയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കുട്ടിച്ചായൻ ചോദിച്ചു. ചിന്നമ്മയെ ഇഷ്ടപ്പെട്ടോ? അലീന തലയാട്ടി. എന്നിട്ട് വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. എന്നാലും ഇന്നത്തെ കളർ ഫോട്ടോയേക്കാൾ ജീവനും മിഴിവും ഉണ്ടെന്ന് അവൾക്ക് തോന്നി. ചിന്നമ്മ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്, തന്നെ നേർക്ക് പുഞ്ചിരിക്കാൻ വെമ്പുന്നത്, യാതൊരു അപരിചിതത്വവുമില്ല, ഒട്ടും തന്നെ അകലമില്ല. ഞാൻ തന്നെയാണ് നീ തന്നെ ഞാനും. അലീന ഒന്ന് നെടുവീർപ്പോടെ ആ ചിത്രം ചുമരിൽ തന്നെ തൂക്കി. ഇതിനേക്കാൾ നല്ല പടങ്ങളുണ്ടായിരുന്നു. കുറേ ദ്രവിച്ചുപോയി.
ആദ്യക്കുട്ടിച്ചായൻ പറഞ്ഞു. ഓരോ മക്കളുടെയും ഫോട്ടോ, കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളുമുണ്ട്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളിലെല്ലാം ചിന്നമ്മ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. ആദ്യക്കുട്ടിച്ചായൻ്റെ ചെറുപ്പത്തിന് പരുക്കൻ മുഖമുള്ളതെന്ന് അലീനയ്ക്ക് തോന്നി. ധാർഷ്ട്യവും അഹങ്കാരവും എടുത്തു നിൽക്കുന്ന മുഖം, വലിയ കട്ടിമീശയും തണ്ടും തടിയും ആരെയും പൊരിയും വെല്ലുവിളിക്കുന്ന ഭാവവും. ഈ കടുവയുടെ കൂടെ ഈ പാവം ആട്ടിൻകുട്ടി എങ്ങനെ ജീവിച്ചു? ആദ്യക്കുട്ടിച്ചായനും ചിന്നയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയിലേക്ക് നോക്കി അലീന കുസൃതിയോടെ ചോദിച്ചു. അതിനെപ്പറ്റി ഓർക്കുമ്പം എനിക്കും അതിശയമാ, ആദ്യക്കുട്ടിച്ചായൻ പറഞ്ഞു. സ്റ്റാൻലി കുഞ്ഞായിരിക്കുമ്പോഴത്തെ ചില ഫോട്ടോകൾ അയാൾ അവർക്ക് കാണിച്ചു കൊടുത്തു. കുഞ്ഞുടുപ്പമിട്ട് ഒരു കസേരയിൽ കാരണവരെ പോലെ ഞെളിഞ്ഞിരിക്കുന്നു. 3 വയസ്സുണ്ടാവും. ഇനി ഒരെണ്ണം കമിഴ്ന്ന് കിടക്കുന്നു. തല പൊക്കി നോക്കുന്നതാണ്. ചിരിക്കണോ കരയണോ എന്ന് സംശയിച്ച മുഖഭാവം. അതവൻ നിലത്ത് കമിഴ്ന്നു തുടങ്ങിയപ്പോൾ എടുത്തതാ. 3 മാസം പ്രായം. അടുത്ത ചിത്രം കൈകാൽ മുട്ടുകൾ നിലത്തൂന്നി തല മാത്രം അല്പം ഉയർത്തി നോക്കുന്ന മട്ടിലുള്ളത്. 6 മാസം പ്രായം. ആദ്യക്കുട്ടിച്ചായൻ പറഞ്ഞു. ഇതൊക്കെ എന്നും കണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് വരുന്നേ. അന്നേരം അവനെൻ്റെ അടുത്ത് വലിയ കേണൽ കളിക്കാൻ വന്ന ഞാൻ സമ്മതിച്ചു കൊടുക്കുമോ? മുറ്റത്തെ ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടു. റോബിച്ചനാ, അവൾ ഫോൺ ചെയ്ത് വരുത്തിയതാ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വരികയില്ല, ആദ്യക്കുട്ടിച്ചായൻ പറഞ്ഞു. ജീപ്പ് നിർത്തിയിട്ട് റോബി അതിൽ നിന്ന് ഇറങ്ങി വീടിനുള്ളിലേക്ക് വന്നു. ഇരിപ്പുമുറിയിൽ സ്റ്റാൻലി ഇരിക്കുന്നത് കണ്ട് ഒരു നിമിഷം നിന്നു. എന്നിട്ട് ഭംഗിവാക്കെന്ന പോലെ ചോദിച്ചു. ലാലിച്ചായൻ എപ്പോഴാണ് വന്നത്? ഒറ്റയ്ക്കേ ഉള്ളോ? ഒറ്റയ്ക്കല്ല, നിന്റെ അപ്പനുണ്ട്, എൻ്റെ മോളുണ്ട്. ആരാ? ടാനിമോളോ അതോ ടെൽസയോ? ഞാൻ പരിചയപ്പെടുത്തി തരാം. അനന്തരം സ്റ്റാൻലി അല്പം ഉച്ചത്തിൽ വിളിച്ചു. അലീന. നിമിഷങ്ങൾക്കുള്ളിൽ അലീനയും പിന്നാലെ ആദ്യക്കുട്ടിച്ചായനും ഇരിപ്പുമുറിയിലെത്തി. അലീന, ദാ ഇത് നിന്റെ ഇളയച്ചൻ, അതായത് എൻ്റെ അനുജൻ, അപ്പച്ചൻ്റെ ഇളയ മോൻ. നിനക്കിവനെ അങ്കിളെന്നോ റോബിച്ച് പാപ്പനെന്നോ വിളിക്കാം. അലീന കൗതുകത്തോടെ റോബേട്ടിനെ നോക്കി. അയാൾ തൻ്റെ നേർക്ക് നോക്കുന്നു പോലുമില്ല. കഴുത്തിൽ അല്പം മസിൽ കൂടുതലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. റോബി, ഇതാണ് എൻ്റെ മൂത്ത മകൾ. പേര് കേട്ടല്ലോ? അലീന. മുൻപ് ഇങ്ങനൊരു പേര് കേട്ടിട്ടില്ല, അതാ സംശയം, റോബോട്ട് അനിഷ്ടത്തോടെ പറഞ്ഞു. എൻ്റെ മോളുടെ പേര് മുൻപ് നീ കേൾക്കുന്നത് കരുതുന്ന എന്തുകൊണ്ടാണെന്ന് നിൻ്റെ അപ്പനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. സ്റ്റാൻലി എഴുന്നേറ്റു. ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് പോകുക. അവളെ ആരെങ്കിലും നുള്ളി നോവിച്ചെന്നോ വഴക്ക് പറഞ്ഞെന്നോ കരയിച്ചെന്നോ ഞാൻ കേൾക്കാൻ ഇടവരരുത്. റോബർട്ട് മിണ്ടിയില്ല. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞേക്കണം. തൊണ്ടയിൽ പുഴുത്താൽ ഇറക്കുകയല്ലാതെ നിവർത്തിയല്ലേ ഉള്ളൂ, റോബർട്ട് പിറുപിറുത്തു. അത്രയും ചെയ്താൽ മതി, സ്റ്റാൻലി സമ്മതിച്ചു. എന്നിട്ട് അലീനയുടെ നേർക്ക് തിരിഞ്ഞു. ഞാനൊന്ന് കറങ്ങിയിട്ടേ വരൂ. തിരുവനന്തപുരത്ത് പാങ്ങോട്ട് പോകും. അവിടെ എൻ്റെ ചില ഫ്രണ്ട്സുണ്ട്. പിന്നെ എറണാകുളത്ത് പോകും. അവിടുന്ന് പോയേക്കാമെന്ന് തോന്നുമ്പോൾ ഒന്ന് റിങ് ചെയ്താൽ മതി, കേട്ടല്ലോ? അലീന തലയാട്ടി. സ്റ്റാൻലി ഇറങ്ങി. മുറ്റത്ത് കിടന്ന കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. തോട്ടത്തിനിപ്പുറം കാർ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ അലീന നോട്ടം തിരിച്ചു. റോബോട്ട് എന്ന തൻ്റെ ഇളയച്ചൻ ഇതുവരെ തന്നെ നോക്കുകയായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അബദ്ധമായതുപോലെ അയാൾ പെട്ടെന്ന് ദൃഷ്ടി മാറ്റി അകത്തേക്ക് കയറിപ്പോയി. എവിടെയോ വല്യപ്പച്ചൻ്റെ റാണിമോൾ? ഷെറിനാൻറ്റി, അലീന ചോദിച്ചു. വാ. ആദ്യക്കുട്ടിച്ചായൻ അവളെ ഒരു റൂമിൻ്റെ നേർക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ വാതിൽ ചാരിയിട്ടിരുന്നു. അതൊരു വലിയ നിഗൂഢതയുടെ കവാടമാണെന്ന് അലീനയ്ക്ക് തോന്നി. താൻ അത് തുറക്കാൻ പോവുകയാണെന്നും.